അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ തൃശ്ശൂര് പുന്നൂക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ട്ടോ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് ഇവരുടെ വീടിന്റെ സമീപത്ത് ഒരു പാടത്തിന്റെ ഭാഗമാണ്. അപ്പോൾ പാടവും തോടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കയറി വന്ന ഒരു ചെറിയൊരു പാമ്പിന്റെ കുട്ടി ഏഹ് ഇവര് കളിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് പോലെ സെറ്റാക്കിയിട്ടൊരു ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടിയുള്ള പോസ്റ്റ് താൽക്കാലികമായി തയ്യാറാക്കിയതാണ്, വലയൊക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു വലയിൽ കുടുങ്ങിക്കിടന്നൊരു പാമ്പിന്റെ കുട്ടിയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. 2 ദിവസമായിട്ട് ഈ വലയിൽ പെട്ടെടുക്കുന്നുണ്ടായിരുന്നു. 2 ദിവസവും നല്ല ചൂട്, നല്ല വെയിൽ കൊണ്ട് കിടന്നിരുന്നൊരു പാമ്പാണ്. എന്നെ വിളിച്ചു പറഞ്ഞത് ഒരു വട്ടക്കൂറ വലയിൽ പെട്ട് കിടക്കുന്നുണ്ടെന്നാണ്. അതായത് നിങ്ങൾക്ക് വട്ടക്കൂറ അല്ലെങ്കിൽ ചേനത്തണ്ടൻ അല്ലെങ്കിൽ അണലി എന്നൊക്കെ പറയുമ്പോൾ പൂഴിപ്പുളയൻ അല്ലെങ്കിൽ അതുപോലെയുള്ള പേരുകളൊക്കെ നമ്മുടെ ധാരണയിൽ വിഷമുള്ള പാമ്പാണ് എന്നുള്ളതാണ്. സംഭവം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതൊരു പെരുമ്പാമ്പിന്റെ കുഞ്ഞാണ്. പെരുമ്പാമ്പ് അല്ലെങ്കിൽ മലമ്പാമ്പ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ റോക്ക് പൈതർ, ആ ഒരു പാമ്പിന്റെ കുഞ്ഞാണ്. അപ്പോൾ ഈ ഒരു പെരുമ്പാമ്പിന്റെ അല്ലെങ്കിൽ മലമ്പാമ്പിന്റെ ശരീരത്തിലുള്ള ആ ഒരു വട്ടം വട്ടം പോലെയുള്ള അടയാളങ്ങൾ കാണുമ്പോൾ വിഷമുള്ള വട്ടക്കൂറ അല്ലെങ്കിൽ അണലി അങ്ങനെയുള്ള പേരുകളൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട് പഠിച്ച പേരുകളാണ്. ഞാനവിടെ സ്ഥലത്തെത്തിയപ്പോഴാണ് പാമ്പ് പെരുമ്പാമ്പിന്റെ കുഞ്ഞാണെന്ന് നമ്മൾ കണ്ടത്. നമ്മൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു. നമ്മൾ ആദ്യം വല കട്ട് ചെയ്ത് നല്ല രീതിയിൽ വല കുടിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടാലറിയാം. ഏതാണ്ട് 2 ദിവസമായിട്ട് വലയിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ പാമ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞ് രക്ഷപ്പെടാനായിട്ട് കുതിർന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വലയിലെ ഒരു ഭൂരിഭാഗം ഭാഗവും പാമ്പിന്റെ ശരീരത്തിൽ ഉടക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ വല കട്ട് ചെയ്ത് അതിനെ എന്താ പറയുക വിടുവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ ഇത്തരം പാമ്പുകൾ നമുക്ക് എന്താ പറയുക ഇനം തിരിച്ചറിയാത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ കൊല്ലപ്പെടാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം, അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റുപാടുകളിൽ ഇത്തരത്തിലുള്ള പാമ്പുകളെ കാണുമ്പോൾ ഭയങ്കരമായ ഒരു ഭയപ്പെടുന്ന ഒരവസ്ഥ. അപ്പം നമ്മൾ ഇതുപോലുള്ള പാമ്പുകളെ തിരിച്ചറിയാൻ പഠിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പല പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ പെരുമ്പാമ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പെരുമ്പാമ്പ് അല്ലെങ്കിൽ മലമ്പാമ്പുകൾ മറ്റു പാമ്പുകളുടെ പോലെയല്ല. ഒന്ന് നല്ല വലിപ്പം വരും, പക്ഷേ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പിന്നെ ദേഹത്ത് കാണുന്ന അടയാളങ്ങളാണ് നമ്മളെ കൺഫ്യൂഷൻ ആക്കണേ. അപ്പോൾ ഒരു പാമ്പിനെ തിരിച്ചറിയുന്നത് നമ്മൾ ഒരു എന്താ പറയുക ഒരു ഒറ്റ ക്യാരക്ടർ മാത്രം നോക്കിയിട്ടല്ല. നമ്മളതിൻ്റെ ശൽക്കങ്ങളുടെ വ്യത്യാസം, അല്ലെങ്കിൽ പാമ്പിൻ്റെ വലിപ്പം, പാമ്പിൻ്റെ തല, പാമ്പിൻ്റെ കണ്ണ്, ഇനി ഈ പറയുന്ന അടയാളങ്ങൾ അല്ലെങ്കിൽ വട്ടം വട്ടമുള്ള പാടുകളൊക്കെ ആണെങ്കിൽ ആ അടയാളങ്ങളുടെ പ്രത്യേകത, അടയാളങ്ങളുടെ പാറ്റേൺ, ആ ഒരു ഘടന, അതുപോലെ ഒരു ശരീരത്തിൻ്റെ ആ സ്കെയിൽസിൻ്റെ എന്താ പറയുക മിനുസം അല്ലെങ്കിൽ റഫ്നെസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു പാമ്പിനെ ഇന്ന പാമ്പാണെന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ ഞാനിതൊക്കെ പറയുമെങ്കിലും പൊതുജനങ്ങൾക്ക് ഇത് എല്ലാം നിർബന്ധമായിട്ടും അറിഞ്ഞുകൊള്ളണം എന്നൊന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ പരമാവധി നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന പാമ്പുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവയെ തിരിച്ചറിയേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, ഒന്ന് പാമ്പ് ഇനം ഏതാണെന്നറിയാതെ ഇപ്പോൾ ഇവിടെ ഉള്ളായിരുന്ന നാട്ടുകാർ ഈ വലയിൽ പെട്ടെടുക്കുന്ന പാമ്പിനെ ഇവരെല്ലാവരും അതിനെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ പിടികൂടാനോ ശ്രമിച്ചില്ല എന്നുള്ളത് വാസ്തവം. കാരണം അതിനൊരു കാരണമുണ്ട്. ഈ ഒരു പാമ്പ് അവർ വിഷമുള്ള പാമ്പാണ്, വട്ടക്കൂറയാണ് എന്നുള്ളൊരു ധാരണയിലാണ് അവരാരും അതിൻ്റെ അടുത്തേക്ക് ചെല്ലാന്നിരുന്നത്. പക്ഷെ ഇത് നേരെ തിരിച്ചും സംഭവിക്കാം. ഒരു അണലി അല്ലെങ്കിൽ വിഷമുള്ള ഒരു റസൽസ് വൈപ്പർ ഇതുപോലെ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ചില ആളുകൾ ഇത് പെരുമ്പാമ്പാണെന്നും പറഞ്ഞ് അതിനെ രക്ഷപ്പെടുത്താനായിട്ട് നന്മപരമായിട്ട് ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന അവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് ഒരുപാട്. അത്തരത്തിൽ കടികിട്ടി മരണപ്പെട്ടവരും അല്ലെങ്കിൽ അപകടം സംഭവിച്ചവരും ഒരുപാട് പേരാണ്. അപ്പോൾ നമ്മളിതിനെ അത്യാവശ്യം ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന അദ്ദേഹം ഈ അടുത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മുടെ
ട്രെയിനിങ്ങിൽ പങ്കെടുത്ത സ്നേക്ക് റെസ്ക്യൂ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഒന്ന് സഹായത്തിന് വന്നു എന്ന് മാത്രം. സംഭവം അദ്ദേഹത്തിന് സർട്ടിഫൈഡ് ആയിട്ടില്ല. സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ സഹായം ആ നാട്ടുകാർക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ സംഭവം വേറെ ഇത്ര 2 ദിവസം വലയിൽ കുടുങ്ങിക്കിടന്നിട്ടും ഇതിന് പ്രത്യേകിച്ച് മുറിവോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പരിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര എന്താ പറയുക, തളർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനൊരു കാരണം എൻ്റെ അനുഭവത്തിൽ വേറെ ഒന്നുമില്ല, പെരുമ്പാമ്പായതുകൊണ്ടാണ്. അത്യാവശ്യം ഒരു റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ഈ ഒരു പാമ്പുകൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ല മറ്റുള്ള വല്ല അണലിയോ അല്ലെങ്കിൽ മൂർഖനോ ചേരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പാടത്ത് നടുകണ്ടത്തിൽ ഇത്രയും ചൂട് കൊണ്ട് ഈ 2 ദിവസമൊന്നും അവർക്ക് കിടക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഒരുപക്ഷെ എന്താ പറയുക, കരിഞ്ഞുണങ്ങിപ്പോയിട്ടുണ്ടാവും. എന്തോ പെരുമ്പാമ്പായതുകൊണ്ടായിരിക്കാം അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, വലിയ പരിക്കങ്ങളൊന്നും ഇല്ലാതെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സേഫായിട്ട് നമുക്ക് റെസ്ക്യൂ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്.